അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളാണുള്ളത്, ഗുണപാഠങ്ങളാണുള്ളത്. ചിലപ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ നേരിട്ടേക്കാം. അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാകും. അല്ലാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചൂട് വരുമ്പോൾ ഇതെന്തൊരു ചൂടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശമായ രൂപത്തിൽ ചൂടിനെ സംബന്ധിച്ച് ഒരിക്കലും നമ്മൾ പറയുവാൻ പാടില്ല. കാരണം ചിന്തിക്കുക, ധാരാളം വൃക്ഷങ്ങൾ കായ്ക്കുന്നത് ചൂടുകാലത്താണ്, ധാരാളം പഴങ്ങൾ പഴുക്കുന്നത് ചൂടുകാലത്താണ്, മഴക്കാവശ്യമായ സംവിധാനങ്ങളും പ്രതിഭാസങ്ങളും അല്ലാഹു നിശ്ചയിച്ചത് ചൂടുകാലത്താണ്, ഭൂമിയിൽ മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരുപാട് രോഗാണുക്കൾ നശിക്കുന്നത് ചൂടുകാലത്താണ്. അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ഗുണങ്ങൾ ചൂടുകാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ചൂടിനെയോ അല്ലെങ്കിൽ തണുപ്പിനെയോ അല്ലെങ്കിൽ മഴയെയോ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഖുദ്സിയായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുദീനി ഇബ്നു ആദം യസുബ്ബു അദ്ദഹർ വ അന അദ്ദഹർ ബിയദിൽ അംർ ഉഖല്ലിബു അൽ-ലൈല വൻ-നഹാർ. ആദമിന്റെ മക്കൾ എന്നെ ഉപദ്രവിക്കുന്നു. യുദീനി ഇബ്നു ആദം, ആദമിന്റെ മക്കൾ അഥവാ മനുഷ്യർ എന്നെ ഉപദ്രവിക്കുന്നു. നമുക്ക് അല്ലാഹുവിനെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അനിഷ്ടമാണ് കാണിക്കുന്നത്. എന്താണ് കാരണം? യസുബ്ബു അദ്ദഹറ, അവർ കാലത്തെ ചീത്ത പറയുന്നു. കാലത്തെ ചീത്ത പറയുന്നു. തണുപ്പാണെങ്കിൽ തണുപ്പിനെ, ചൂടാണെങ്കിൽ ചൂടിനെ, മഴയാണെങ്കിൽ മഴയെ, മഴയില്ലെങ്കിലോ അപ്പോൾ അതിനെയും. അല്ലാഹു പറയുന്നു, ഞാനാകുന്നു കാലം. ബിയദിൽ അംർ, എല്ലാ കാര്യങ്ങളും എന്റെ കൈകളിലാണ്. ഉഖല്ലിബുൽ ലൈല വൻ-നഹാർ, രാവിനെയും പകലിനെയും മാറ്റിമറിക്കുന്നത്, കാലാവസ്ഥാ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എല്ലാം എന്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് കാലത്തെ ചീത്ത പറഞ്ഞ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ഇത്തരം പ്രതിഭാസങ്ങളിലെ ഖൈറുകളെ കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിൽ തന്നെ ഏറ്റവും ഗൗരവമേറിയ കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഭൂമിയിലെ ചൂട് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നരകത്തിന്റെ ചൂടിനെ ഓർക്കാൻ അത് ഖൈറാണ്.